വേണ്ട വേണ്ടാന്ന് വെക്കുന്നു. ഇന്ന് ചോദിച്ചിട്ട് എന്ന കാര്യം. ശശികല ചേച്ചി ഇനി വന്നേ. മണിയൻ എവിടെ? മണിയൻ അത് കൊള്ളാലോ. എന്നെ ശശികല ചേച്ചി എന്റെ ഭർത്താവിനെ മണിയാന്നും ഇത് എവിടുത്തെ ന്യായവാ? ഈ മുഖത്തൊക്കെ ചേട്ടാന്ന് വിളിക്കണമെങ്കിലേ എന്റെ മനസ്സിൽ ഒത്തിരി ബഹുമാനമൊക്കെ തോന്നണം. അല്ലടാ, നിനക്ക് ബഹുമാനം തോന്നാൻ വേണ്ടിട്ടേ ഞാൻ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിട്ട് വരാം. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മളൊക്കെ എന്തിനാണ് ജോലിക്ക് പോണത്? ഭക്ഷണം കഴിക്കാൻ അല്ല, എന്നാ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിട്ട്, അതുമല്ല, ലോൺ അടക്കാൻ വേണ്ടിട്ട്, അതുമല്ല, ഞാൻ പറയാം, ഒന്ന് ഉറങ്ങാൻ. എടാ, ഉറങ്ങാൻ വേണ്ടി ആരെങ്കിലും ജോലിക്ക് പോടാ. 2 ഉറക്കൂലി കഴിച്ചപ്പോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൂടെ? പറയണ കേട്ടാ, എനിക്ക് ജോലിക്ക് വന്ന് കിടന്ന് ഉറങ്ങാൻ പാടില്ലെന്ന്. എടാ, നിന്റെ പണി എന്താണ്? നീ ATM സെക്യൂരിറ്റി അല്ലടാ. 24 മണിക്കൂർ ഉറക്കോളിപ്പല്ലടാ നിന്റെ പണി. പിന്നെ നീ എന്തിനാണ് കിടന്ന് ഉറങ്ങണത്? എന്റെ ചേച്ചി 27 മണിക്കൂർ ATM കഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ വന്ന് ഒന്ന് തല ചായ്ക്കാൻ ഇയാൾ സമ്മതിക്കുന്നില്ലെന്ന്. പിന്നെ ഇയാളുടെ തല എന്റെ കഷ്ടത്തിന്റെ ഇടയിലാണല്ലോ തല ചായ്ക്കാൻ പറ്റാണ്ട്. നിനക്ക് ഉറങ്ങണമെന്ന് നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങടാ. എന്റെ ചേച്ചി ജോലി കഴിഞ്ഞ് വന്ന് കിടന്നാൽ ഇയാളെ ഓടുക്കത്തെ കൂർക്കം വലി കാരണം അയലോകത്ത് കിടക്കുന്ന എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. അയൽപക്കത്തുള്ള നിനക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ജീവിതകാലം മുഴുവൻ ഇയാളുടെ കയ്യിൽ നിന്ന് ഞാൻ എങ്ങനെ കിടക്കുന്നു നീ ഒന്ന് ഓർത്തു നോക്കിയടാ. അപ്പൊ ചേച്ചി ഇന്നലെ ആ സമയത്തൊന്നും ഉറങ്ങിയില്ലല്ലോ? ഉറങ്ങിയില്ലടോ. അയ്യോ, എന്നെ വിളിച്ചെങ്കിൽ നമുക്കൊന്ന് സൊള്ളി പറഞ്ഞൊക്കെ ഇരുന്നൂടെ. ഈ സൗണ്ടും വെച്ചിട്ട് ഭയങ്കര അടക്കം ഒതുക്കുമായിരിക്കും നിനക്ക്. അങ്ങനല്ല ഏട്ടാ, പുള്ളിയുടെ സൗണ്ട് കൊള്ളത്തില്ല എന്ന് വരുത്തി തീർത്തിട്ട് പുള്ളിയെ ആട്ടാൻ വേണ്ടിട്ട് നിന്നതാ ഞാൻ. വേണ്ട വേണ്ട, ഈ ആട്ട് അസ്ഥാനത്തായി പോയി. എടാ, എന്താ നിന്റെ പ്രശ്നം? എന്റെ കൂർക്കമ്പലിയാണ് നീ ഒക്കെ പറയണത്. എന്റെ കൂർക്കമ്പലി, എനിക്ക് അങ്ങനെ ഒരു കൂർക്കമ്പലി ഇല്ല. ഉള്ള കാര്യം ഞാൻ തുറന്നു. എനിക്ക് കൂർക്കമ്പലി ഉണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? കൂർക്കമ്പലിക്കുന്ന ഒരാൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ സുഖസുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങുന്നില്ലേ? പിന്നെ എങ്ങനെയാണ്? എന്റെ പൊന്നിയേച്ചി, ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം പറയാം. ചെമ്മയുടെ നെല്ലി പോലെ കണ്ട് നിൽക്കാൻ ഞാൻ. ഇനി ഇയാൾ ഇവിടെ കിടന്ന് കൂർക്കം വലിക്കോ? വലിച്ചാ നീ എന്ത് ചെയ്യോടാ? കൊല്ലും ഞാൻ. അവസാനമായിട്ട് പറയുള്ളൂ, എല്ലാവരും രണ്ടുപേരും ശ്രദ്ധിച്ചോളി. എന്നെ ഇങ്ങനെ വരുത്തിക്കരുത്. ഞാൻ ഉള്ള കാര്യം പറയാം. ബാലങ്ക നായരുടെ ഫിഗറും വെച്ചിട്ട് പുള്ളി പറഞ്ഞു കേട്ടോ, കൊല്ലുവെന്ന്. കൊല്ലുവെന്ന് പറഞ്ഞാ കൊല്ലും. പിന്നെ അവൻ ചുമ്മാ പറഞ്ഞല്ലേടി. അവൻ പോയല്ലേ? പോയി. ഇപ്പൊ പേടിയുണ്ടല്ലേ? ചേട്ടാ, ചേട്ടൻ മനസ്സിലാക്കാഞ്ഞിട്ടാ. ചേട്ടന് കൂർക്കമ്പലി എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ട് ചേട്ടാ. എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. നീ കിടക്കാൻ നോക്കിയേ, നമുക്ക് ഉറങ്ങാം. എന്നാ നിങ്ങളല്ലേ ഉറങ്ങുന്നത്? ഞാനിവിടെ കുത്തിയിരിക്കുവല്ലേ ചെയ്യുന്നത്. എടി, അസൂയക്കാരും പലതും പറഞ്ഞുണ്ടാക്കും. എനിക്ക് കൂർക്കമ്പലിയുടെ അസുഖമാണെന്നും അതാണെന്നും ഇതാണെന്നും. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എനിക്ക് കൂർക്കമ്പലി കിടക്കുന്ന കിടപ്പ് കണ്ടു. കെട്ടി അന്ന് മുതൽ തുടങ്ങിയത് ഇങ്ങനെ കൂർക്കമലി കൂർക്കമലി കൂർക്കമലി. ഞാൻ അതിനുള്ള വഴിയൊക്കെ കണ്ടിട്ടുണ്ട്. ഹലോ 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 ഹലോ, എവിടാ? ഞാൻ വീട്ടില്. ആണോ? ഇപ്പൊ എന്ത് ഡ്രസ് ഇട്ടേക്കണേ? ഡോക്ടറല്ലേ? അതെ, ഡോക്ടറാണ്. ഡോക്ടറെ, ഞാനേ ഇന്നലെ ഉച്ചക്ക് ഡോക്ടറിന്റെ ക്ലിനിക്കിൽ വന്നില്ലായിരുന്നു എന്റെ ഹസ്ബൻഡുമായിട്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഡോക്ടറെ, ഞാൻ ഇന്നലെ ക്ലിനിക്കിൽ വന്നായിരുന്നല്ലോ. അപ്പം എന്റെ ഹസ്ബൻഡിന്റെ അസുഖം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ പുള്ളി വിശ്വസിക്കുന്നില്ലെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞില്ലേ? പുള്ളി കൂർക്കം വലിക്കുന്നുണ്ടെന്ന് പുള്ളി വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ആ ജനറേറ്റർ റൂമിന്റെ അടുത്ത് മാറിയൊക്കെ ഒന്നും പറയുന്നത് കേൾക്കാൻ പറ്റില്ല. അയ്യോ, ഇത് ജനറേറ്റർ റൂം അല്ല ഡോക്ടർ. എന്റെ ഭർത്താവ് കൂർക്കം വലിക്കുന്നതാ. ദൈവമേ, ഇത്ര വെച്ചാൽ കൂർക്കം വലിക്കുന്ന മനുഷ്യനോ? അതാന്നേ ഡോക്ടറെ. അത്യാവശ്യമായിട്ട് ഒന്നും ഇവിടം വരെ വരണം. ആ ഗ്രീൻ വാലി വില്ല ഇല്ലേ, അവിടുന്ന് തിരിഞ്ഞെടുത്ത് 3ാമത്തെ വീടാ ഞങ്ങളുടേത്. അയ്യോ, ഗ്രീൻ വാലി വില്ലേനാ ഞാൻ താമസിക്കുന്നത്. ഞാൻ എത്തി. ആണോ? ഡോക്ടറെ, പിന്നെ വരുമ്പോഴേ ആ കഥവിന് ഒരു കിരികിരാ സൗണ്ട് ഉണ്ട്, പതുക്കെ തുറക്കാവുള്ളു. എന്തെങ്കിലും സൗണ്ട് കേട്ട് കഴിഞ്ഞാ പിന്നെ പുള്ളി പെട്ടെന്ന് കൂർക്കമ്പലി അങ്ങ് മാറ്റിക്കളയും. ആണോ? ഞാൻ എത്തി. ഞാൻ താഴെ നിൽപ്പുണ്ട്. ആണോ? ശരി എന്നാ ഡോക്ടർ. നിങ്ങളല്ലേ പറഞ്ഞേ ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കുന്നു. ഈ മനുഷ്യൻ ഒരു കൂർക്കം വലിക്കാതെ കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണു. ഞാൻ എന്തോ ഡോക്ടറിനോട് പറഞ്ഞ ആ കഥവിന് കിരികിരാ സൗണ്ട് ഉണ്ട്, പതുക്കെ തുറക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്റെ കിരികിരാ ശബ്ദം കേട്ടിട്ടാണ് ഇയാള് കൂർക്കമ്പലി നിർത്തിയത്. എന്തെങ്കിലും ഒരു ചെറിയ സൗണ്ട് കേട്ടാ മതി, അപ്പൊ കൂർക്കമ്പലി അങ്ങ് നിർത്തും. ആണോ? നല്ല ഉറക്കാട്ടോ, നല്ല ഉറക്ക. ഇതിപ്പോ നമുക്ക് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കൂർക്കം വലിക്കുന്നെന്ന് ഞാൻ പറയുന്നത് പുള്ളി വിശ്വസിക്കുന്നില്ല. അപ്പൊ ഒരു കാര്യമുണ്ട്, അതായത് താനൊരു രോഗിയാണെന്നുള്ള വിവരം അയാളെ നമുക്ക് ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഈ രോഗവിമുക്തിയിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്താൻ പറ്റൂ. എങ്ങനെ ബോധ്യപ്പെടുത്തും ഡോക്ടറെ?
ഈ സംഭവം എന്നാ ചെയ്യാൻ പുള്ളി ഗാഠനിദ്രയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പുള്ളിയുടെ വീഡിയോ എടുക്കണം. ഈ ഐഡിയ എനിക്ക് തോന്നാഞ്ഞിട്ടാണോ ഞാൻ ഡോക്ടറിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എന്റെ ഡോക്ടർ ഇതൊക്കെ ഞാൻ എന്നേ അങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തതാ ഞാനേ. ആണോ? ആ ഇനിയിപ്പോ ഒരു ഐഡിയ ഉള്ളൂ. പുള്ളിനെ നല്ല വിശ്വാസമുള്ള ഒരാളെ വിളിച്ചു വരുത്തണം ഇവിടെ. പുള്ളിക്ക് ഒരു കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരൻ ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കര ചങ്ക് ഫ്രണ്ടാ. പുള്ളി എന്ത് പറയുന്നോ അതുപോലെ പുള്ളിക്കാരൻ കേൾക്കത്തുള്ളൂ. ആണല്ലേ? അങ്ങനെയാണ് പുള്ളിനെ വിളിക്കും. രാത്രി ആയില്ലേ ഡോക്ടറെ? രാത്രി ആയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പകല് കിടന്ന് കൂർക്കം വലിക്കോ? ഈ സമയത്തല്ലേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഹലോ ഹലോ, രാജേഷ് ഉറങ്ങുമായിരുന്നോ? രാത്രി 12:30 ഞാൻ രാജേഷ് ഒന്ന് അത്യാവശ്യമായിട്ട് വീട് വരുമെന്ന് ഒരു പെട്ടെന്ന് വരണം. ഹലോ, പുള്ളി രാജേഷ് വന്നു കഴിഞ്ഞിട്ടേ നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം അല്ലേ ഡോക്ടറെ? രാജേഷ് വന്നു കഴിഞ്ഞാൽ കാരണം ഒന്ന് വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞെങ്കിൽ മാത്രമേ വിശ്വസിക്കൂ. ഇതൊന്ന് മാറ്റി തരുമോ ഡോക്ടറെ? ഞാൻ മാറ്റി തരും. ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് ഡോക്ടർ അല്ലാതെ വേറെ ആരും ഇല്ല ഡോക്ടറെ. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും അപ്പൊ തന്നെ എന്നെ വിളിച്ചു വരുത്തുക. ഞാനൊരു കൂട്ടുകാരനാ, ഞാൻ എന്ത് വേണം? അവനെ ഉറക്കിയിട്ടിട്ട് ഏതോ ഒരുത്തിനെ വിളിച്ചു വരുത്തിയിട്ട് ഇന്ന് രാത്രി രണ്ടുകൂടെ മുങ്ങാനുള്ള പരിപാടിയാണല്ലേ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. നിന്റെ കഴുത്ത് ഞാൻ വെട്ടും. കഴുത്ത് വെട്ടാൻ ഞാനടാ ബ്ലൗസിന്റെ തുണിയാണോ? ഞാൻ പല പണി നോക്കണം. ഞാൻ ഇതിന് വലിയ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട കേട്ടോ. ആരാ നീ? എന്താ നിനക്ക് ഈ വീട്ടിൽ കാര്യം? എന്റെ രാജേഷ് ഒന്ന് അടങ്ങ്. ഇത് ഡോക്ടർ കുൽക്കർണി. ഡോക്ടർ കുൽക്കർണി ഒരിക്കലും ചേരാത്തൊരു പേര്. ഡോക്ടർ കുൽക്കർണി പറ, എന്താ പ്രശ്നം പറയും? നിങ്ങളുടെ സുഹൃത്തിന്റെ കൂർക്കം വലി കേട്ട കാരണം ഇവ തൊട്ടടുത്തുള്ള പന്നി ഫാമിലെ പന്നികൾക്ക് പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് മെനക്കെട്ട കൂർക്കം വലിക്കാൻ നിങ്ങൾ പറയുന്നത്? എവിടെ കൂർക്കം വലിക്കുന്നത് പറയുന്നത്? അവൻ സുഖമായിട്ട് കിടന്നുറങ്ങുമല്ലേ? മനുഷ്യൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ആ ഡോറ് തുറന്നു വന്നില്ലേ, അതിന്റെ ഒച്ച കേട്ടപ്പം ഇയാൾ ഉണർന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കൂർക്കം വലി തുറന്നു. ഞാൻ എന്തോ ചെയ്യേണ്ടത്? ഇവൻ ഈ കൂർക്കം വലിക്കുന്ന കൂർക്കം വലി ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞാലേ അത് അദ്ദേഹം വിശ്വസിക്കുള്ളൂ. അവൻ കൂർക്കം വലിക്കുന്നുണ്ടെന്ന് ഞാൻ കാണണം. കണ്ടിട്ട് അവനെ തട്ടി വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു എന്ത് കൂർക്കം വലിയാടാന്ന് നീ കേൾപ്പിക്കണേന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ ഇനി ഉണരുന്നിടം വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. ഉണരുന്നല്ല, ഇവൻ ഇനി കൂർക്കം വലിക്കുന്നിടം വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. കൂർക്കം വലിക്കുന്നവരെ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ സുഹൃത്തിനെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റൂ. ഇവരങ്ങനെ സ്വഭാവം ഇല്ലെന്നേ. ഞങ്ങൾ ചെറുപ്പം പോലെ സഹകരിക്കുന്നവരല്ലേ? ശരിക്കും ഉണ്ട് രാജേഷേ. അടുത്ത് നിൽക്കുമ്പോ അറിയാൻ പറ്റും. ഒരു 5 മിനിറ്റ് രാജേഷ് ഒന്ന് ഇരിക്കും. മൊബൈലിൽ കളിക്കുന്നുണ്ടല്ലോ. മൊബൈലിൽ കളിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം. ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് വന്നിട്ടില്ലേ, വിശ്വസനായ സുഹൃത്ത്. ആ സുഹൃത്ത് കാണട്ടെ, എന്നിട്ട് അവൻ തന്നെ അവരോട് പറയട്ടെ. അപ്പൊ തന്നെ വിശ്വാസമാവുമല്ലോ ഞാൻ രോഗിയാണെന്ന്. അങ്ങനെയാണ് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. കണ്ടു തുടങ്ങി. അയ്യോ, പുള്ളി ഉറങ്ങി. പുള്ളി ഞങ്ങൾ വിളിച്ചോടുന്നത് അപ്പൊ പ്രശ്നം തീർന്നില്ലേ? എന്റെ ഡോക്ടറെ പുള്ളി പറഞ്ഞിട്ടില്ലേ വിളിച്ചോണത്തരുത്, അപ്പൊ തന്നെ അടിക്കൂന്ന്. അതും പ്രശ്നമാണല്ലോ. ഇപ്പൊ എന്ത് ചെയ്യൂത്? എനിക്കറിയത്തില്ല. ഇല്ല, പേരെടുക്കാൻ വന്ന അച്ചി ഇരട്ട പെട്ടെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ ഡോക്ടറെ. അതെവിടെയാ സംഭവിച്ചത്? അങ്ങനൊരു സംഭവം ഉണ്ട്, പണ്ടങ്ങാട് പറ്റിയതാ. ഇപ്പൊ എന്തുവാ ഡോക്ടറെ ചെയ്യുന്നത്? എന്തെങ്കിലും ഫോൺ വഴി പറ. ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു ഐഡിയ ഉള്ളൂ. പറ ഐഡിയ. ഈ സൗണ്ട് അല്ല ചേട്ടന്റെ. ഈ ശബ്ദം അല്ലേ ഡോക്ടറെ? ഡോക്ടറെ ചേട്ടാ. അയ്യോ രാജേഷേ, രാജേഷേ ചേട്ടാ. ഡോക്ടറെ, ദൈവമേ, ഒരൊറ്റ ജനറേറ്ററിന്റെ ശബ്ദത്തിലായിരുന്നു ഞാൻ ഇത്രയും നാൾ ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പൊ 3 ശബ്ദം. അതിൽ ഒരെണ്ണം ആംബുലൻസ് ആണല്ലോ. എന്റെ ഒരു ഗതികേട്.